വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ 4 പ്രതികൾക്കും തടവ് ശിക്ഷ. ഒന്നാം പ്രതി രൂപേഷിന് 10 വർഷവും 7-ാം പ്രതി അനൂപ് മാത്യുവിന് 8 വർഷവും തടവ് ശിക്ഷ ലഭിക്കും. 4-ാം പ്രതി കന്യാകുമാരി, 8-ാം പ്രതി ബാബു എന്നിവർ 6 വർഷം വീതം ശിക്ഷ അനുഭവിക്കണം. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി. പ്രദീപ്, ഈ പ്രോസിക്യൂഷന്റെ അടക്കം വാദങ്ങൾ അതിനെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ 10 വർഷം ശിക്ഷ ഉൾപ്പെടെയുള്ള വിധി വന്നിരിക്കുന്നത്? രതീഷ്, വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ ആകെ 8 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർക്കാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒരു പ്രതിയെ നേരത്തെ മാപ്പുസാക്ഷിയാക്കിയിരുന്നു. മറ്റ് 3 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. കൊച്ചിയിലെ NIA കോടതിയാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചത്. വെള്ളമുണ്ടയിൽ സിവിൽ പോലീസ് ഓഫീസറുടെ വീട്ടിൽ കയറി തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും മാവോയിസ്റ്റ് ലഘുലേഖകൾ വിതരണം ചെയ്തു എന്നുമാണ് കേസ്. 2014 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിന് സഹായം നൽകി എന്നാരോപിച്ചാണ് സിവിൽ പോലീസ് ഓഫീസറായ പ്രമോദിന്റെ വീട്ടിൽ മാവോയിസ്റ്റ് സംഘമെത്തിയത്. തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തിയ ഇവർ CPOയോട് ജോലി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പ്രമോദിന്റെ മോട്ടോർ സൈക്കിൾ കത്തിക്കുകയായിരുന്നു. അതേസമയം ലഘുലേഖകളിൽ പ്രകോപനപരമായ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുമാണ് കേസിലെ മുഖ്യപ്രതിയായ രൂപേഷ് കോടതിയിൽ വാദിച്ചത്. എന്തായിരുന്നാലും അറസ്റ്റിലായുള്ള വാദഗതികൾ എല്ലാം തള്ളിക്കൊണ്ടാണ് 4 പേരെ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. ശരി, മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് ഉൾപ്പെടെയുള്ളവർക്കാണ് ഇപ്പോൾ വെള്ളമുണ്ട കേസിൽ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കോടതി പ്രദീപ് ജോസഫാണ് ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ നൽകിയത്.